ശ്രീരാമദാസ മിഷൻ ചെയർമാൻ ശക്തി ശാന്താനന്ദ മഹർഷിയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. പന്തളം അയ്യപ്പ സംഗമം, ശരിക്കും അത് ശബരിമല സംരക്ഷണ സംഗമമായിരുന്നു. ആ പരിപാടിയിൽ പ്രസംഗിക്കവേ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളിൽ വേവലാതി പൂണ്ട് വിറളി പിടിച്ച് ചിലർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തി. കോൺഗ്രസ് മാധ്യമ വക്താവ് VR അനൂപ്, അതുപോലെ DYFI ലോക്കൽ കമ്മിറ്റി അംഗവും പന്തളം രാജകുടുംബാംഗവുമായ പ്രദീപ് വർമ്മ എന്നിവരാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. അവരുടെ പരാതി മതവികാരം വ്രണപ്പെടുത്തി, മതവിശ്വാസം ഹനിച്ചു, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കാൻ വേണ്ടുന്ന വിധത്തിൽ അവിടെ സംസാരിച്ചു എന്നൊക്കെയാണ് അവർ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഭാരതീയ ന്യായ സംഹിത, നമ്മുടെ പുതിയ ഈ IPCയും CRPCയും ഒക്കെ മാറ്റിയിട്ട് ഭാരതീയ ന്യായ സംഹിത എന്ന രീതിയിൽ പുതിയ കൊണ്ടുവന്നല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമപ്രകാരം 299, 196 ബ്രാക്കറ്റിൽ 1A ഈ വകുപ്പുകളൊക്കെ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. വളരെ തിടുക്കപ്പെട്ട് ഒരു പരാതി കിട്ടാൻ പോലീസ് കാത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നും. പരാതി കിട്ടിയ ഉടനെ FIR ഇട്ടു. ഈ സ്വാമിയെ, വന്ധ്യവയോധികനായ ഈ സന്യാസിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളും ആരംഭിച്ചു. ശ്രീരാമദാസ മിഷന് അങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ സാധിക്കില്ല. അവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചുകൊണ്ട് ഒക്ടോബർ 15 വരെ മഹർഷിയുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. ഈ എതിർകക്ഷികൾക്കെല്ലാം സർക്കാർ, പോലീസ്, ഈ രണ്ട് പരാതിക്കാർ, അവർക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. നോക്കൂ, ഹൈന്ദവ ധർമ്മ സംബന്ധമായ കാര്യങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തുറന്നു പറയാൻ സാധിക്കാത്ത അവസ്ഥയായിരിക്കുകയാണ്. ഈ ശബരിമലയിലേക്ക് എരുമേലി വഴി പോകുന്നവർക്കറിയാം, എരുമേലി പേട്ടതുള്ളലൊക്കെ വളരെ പ്രസിദ്ധമാണ്. അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, വാവര് സ്വാമി എന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത്. ഈ സ്വാമി അയ്യപ്പൻ്റെ, പന്തളം രാജാവ് എടുത്തു വളർത്തി എന്ന് നമ്മുടെ ഐതിഹ്യങ്ങളിലെല്ലാം പുകൾപ്പെട്ട മണികണ്ഠൻ്റെ, സാക്ഷാൽ ശ്രീ അയ്യപ്പൻ്റെ സുഹൃത്താണ് വാവർ എന്ന് വിശ്വസിക്കുന്നു. ഇതിന് ആധികാരികമായ തെളിവുകൾ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ വിശ്വാസമാണ്. ഈ എഴുതപ്പെട്ട രേഖകൾ ഇതിനെ സംബന്ധിച്ച് നമുക്കൊന്നും പറയാനില്ല. വാമൊഴിയായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയതാണ് പലതും. പ്രാചീന ഇതിഹാസ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് ഇതിഹാസങ്ങളിലെങ്ങും ഇത്തരത്തിലുള്ള ഒരു ഇത് നമ്മൾ കാണുന്നില്ല. പക്ഷേ ശിവഭൂതഗണമായ വാപുരൻ എന്നൊരു ദേവതയെക്കുറിച്ച് നമ്മുടെ രചിക്കപ്പെട്ട, അല്ലെങ്കിൽ ഈ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്ന പൂജാവിധികളൊക്കെ രചിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനത്തിനകത്ത് പറയുന്നുണ്ട്. ഈ വാപുരന് വേണ്ടുന്ന പൂജ, അതിനു വേണ്ടുന്ന താന്ത്രികമായ സങ്കല്പങ്ങൾ, പ്രതിഷ്ഠ എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന പൂജാ ഗ്രന്ഥങ്ങൾ ഇപ്പോഴും ലഭ്യമാണ്. അത് കാലങ്ങളായിട്ട് തലമുറകളായിട്ട് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി കൈമാറി വന്ന, എങ്ങനെയാണോ മറ്റു ദേവതകൾ, ശൈവ ഗണത്തിൽപ്പെടുന്ന ഒരു ദേവതയാണിത്, വൈഷ്ണവ ഗണത്തിൽപ്പെടുന്ന, ശക്തേയ ഗണത്തിൽപ്പെടുന്ന മറ്റ് പല ദേവതാ സങ്കല്പങ്ങളുമുണ്ട്. അതിൽ ശൈവ ഗണത്തിൽപ്പെടുന്ന ഒരു ദേവതയാണ് ഈ വാപുരൻ. അതിൻ്റെ ആധികാരികമായ ഗ്രന്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ അതിന് അധികാരപ്പെട്ടവർ പറയട്ടെ. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. വാസ്തവത്തിൽ അത്തരം കാര്യങ്ങൾ വളരെ പണ്ട് തന്നെ ഈ വാപുരൻ എന്ന പേര് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ശിവഭൂതഗണമാണ്, അയ്യപ്പൻ്റെ സംരക്ഷണത്തിന് വേണ്ടി വന്ന ഒരു ദേവതാ സങ്കല്പമാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അറിയാം, ഈ അയ്യപ്പൻ മഹിഷിയെ യുദ്ധത്തിൽ വധിക്കുന്നതും ദേവതകളെ രക്ഷിക്കുന്നതുമായ ഐതിഹ്യം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അയ്യപ്പനോടൊപ്പം നിൽക്കാൻ വന്ന, അല്ലെങ്കിൽ അയ്യപ്പൻ്റെ സുരക്ഷാ ഗണത്തിൽ പെടുന്ന ഒരു ദേവതയായിട്ടാണ് ഈ വാപുരനെയും സങ്കല്പിക്കുന്നത്. അത് ശിവഭൂതഗണമാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ ശിവഭൂതഗണങ്ങൾ ധാരാളമുണ്ട്.
ഘണ്ടാകർണൻ എന്നൊരു ദേവതാ സങ്കല്പമുണ്ട്. ഉത്തര കേരളത്തിൽ കൂടുതലായിട്ട് അത് കണ്ടുവരുന്നു, ഇവിടെയും ഉണ്ട്. അതുപോലെ വേട്ടയ്ക്കൊരുമൻ, വേട്ടയ്ക്കൊരു മകൻ എന്നും പറയാറുണ്ട്. അത്തരത്തിലൊരു ദേവതയുണ്ട്. ഇതൊക്കെ ശൈവഗണത്തിൽപ്പെടുന്ന ദേവതകളാണ്, ശിവഭൂതഗണങ്ങളായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ദേവത സങ്കല്പമാണ് ഈ വാപുരൻ. അതവിടെ നിൽക്കട്ടെ. ഈ വാപുരനെ കുറിച്ചാണ് മഹർഷി അവിടെ പറഞ്ഞത്. അദ്ദേഹം ഈ വാവരെ കുറിച്ചും പരാമർശിച്ചു. ഈ വാവരല്ല ആരാധിക്കപ്പെടേണ്ടത്. വാവര് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരിക്കാം, അല്ലായിരിക്കാം, നമുക്കറിയില്ല. എന്തായാലും വാപുരൻ എന്നൊരു ദേവതാ സങ്കല്പമുണ്ട്, അതിനെയാണ് ഹിന്ദുക്കൾ ആരാധിക്കേണ്ടത് എന്നും അദ്ദേഹം അവിടെ പറഞ്ഞു. ഒരു സന്യാസിക്ക് ഹൈന്ദവ ആചാരങ്ങൾ സംബന്ധിച്ച്, അനുഷ്ഠാനങ്ങൾ സംബന്ധിച്ച്, ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലില്ലേ? എൻ്റെ സംശയം അതാണ്. അത് പറഞ്ഞാൽ ഉടനെ അത് പരമത നിന്ദയാകും, പരമത വിദ്വേഷം പ്രചരിപ്പിക്കലാകും, സംഘർഷമുണ്ടാക്കലാകും എന്നൊക്കെ പറഞ്ഞ് കേസെടുക്കും. കൊള്ളാം, കേരളത്തിലെ അവസ്ഥ വളരെ നന്നായിട്ടുണ്ട്. ആരെങ്കിലും ഒരു പരാതി കൊടുക്കാൻ പോലീസ് കാത്തിരിക്കുകയായിരുന്നു. മറ്റ് നിരവധി വിഷയങ്ങളുണ്ട് ഇവിടെ, അന്വേഷിച്ച് കണ്ടെത്താനുള്ള നിരവധി കാര്യങ്ങൾ. കേരളത്തിൽ മയക്കുമരുന്ന് നിർലോഭം ഒഴുകുകയാണ്, പോലീസിന് ഒരു അന്വേഷണവുമില്ല. അതുപോലെ മറ്റു പല സംഭവങ്ങളും, സ്വർണ്ണക്കടത്ത്, സ്വർണ്ണ തട്ടിപ്പ്, അതുപോലെ തന്നെ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പണം വാങ്ങി തട്ടിപ്പ്, മോഷണങ്ങൾ, ഇങ്ങനെ നിരവധി. കേരളത്തിൻ്റെ ക്രമസമാധാന നില കുത്തഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ ഒന്നും പോലീസിന് ഇടപെടണ്ട. ഈ പന്തളം ശബരിമല സംരക്ഷണ സംഗമത്തിൽ പ്രസംഗിച്ച ഒരു സന്യാസി ഹൈന്ദവ ധർമ്മ സംബന്ധമായ ചില വിഷയങ്ങൾ പറഞ്ഞു, ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി, ചില തെറ്റുകൾ തിരുത്താൻ അദ്ദേഹം തയ്യാറായി. സമൂഹം ഇന്ന് ആചരിക്കുന്നതിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ആ തെറ്റുകൾ തിരുത്തേണ്ടത് ഈ പറയുന്നത് പോലെ ആചാര്യന്മാരുടെ, സന്യാസിമാരുടെ, തന്ത്രിമാരുടെ ഒക്കെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. അവരത് ചെയ്തേ മതിയാകൂ. കാരണം ഹൈന്ദവ ധർമ്മത്തിനെ സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ധർമ്മത്തെക്കുറിച്ച് പഠിക്കുകയും അറിയുകയും അത് പരിശീലിക്കുകയും അത് സ്വയം ആചരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആചാര്യന്മാർ ഇപ്പോഴും നമുക്കുണ്ട്, ധാരാളം. സന്യാസിമാർ ധാരാളമുണ്ട്. അവർക്ക് അഭിപ്രായം പറയാൻ പാടില്ലെന്നാണോ നമ്മുടെ നിയമം പറയുന്നത്, നമ്മുടെ പോലീസ് പറയുന്നത്? ഇത്തരത്തിൽ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ ഈ നാട്ടിൽ ഈ ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങൾ പുലരും? അതിനകത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ തിരുത്തണ്ടേ? തിരുത്തി ശരിയായ മാർഗത്തിലേക്ക് ഹിന്ദു സമാജത്തെ നയിക്കാനുള്ള ഉത്തരവാദിത്വം ഇവരിൽ നിക്ഷിപ്തമല്ലേ? ആ ചുമതല ഇവർ നിറവേറ്റണ്ടേ? ഈ സന്യാസിമാരും ആചാര്യന്മാരും തന്ത്രിമാരും ഈ ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ച്, വൈദിക ധർമ്മത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരും അതൊക്കെ ചെയ്യണ്ടേ? അതെങ്ങനെയാണ് പരമത നിന്ദയാകുന്നത്? അതെങ്ങനെയാണ് അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കലാകുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. മറ്റൊരു വിശ്വാസത്തെയും മറ്റൊരു ആചാരത്തെയും ഒരു മതവിശ്വാസത്തെയോ മതവിശ്വാസം സംബന്ധിച്ച ആചാരത്തെയോ അനുഷ്ഠാനത്തെയോ ഒന്നും ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ പോയിട്ടില്ല. ഒരു മതഗ്രന്ഥത്തെയും ആ സന്യാസി വര്യൻ ചോദ്യം ചെയ്തിട്ടില്ല. ഒരു മതഗ്രന്ഥത്തെയും ആക്ഷേപിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നത്? ഈ വാവരെയും വാപുരനെയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞതിനാണോ? ഇത് എന്തടിസ്ഥാനത്തിൽ? നമുക്ക് കാലങ്ങളായിട്ട് നമ്മൾ വിശ്വസിച്ച് വരുന്ന തെറ്റുകൾ തെറ്റാണെന്ന് മനസ്സിലായാൽ അത് തിരുത്തണ്ടേ? നോക്കൂ, പണ്ട് ഇടക്കാലത്ത്, വളരെ പണ്ടല്ല, ഈ ഒരു 100-200 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മഹാക്ഷേത്രങ്ങൾക്ക് മുമ്പിലൂടെ ചിലർക്ക് വഴി നടക്കാൻ അനുവാദമില്ലായിരുന്നു. അത് നമ്മൾ തിരുത്തിയില്ലേ? എഴുതപ്പെട്ട ഒരു പ്രമാണവും അതിനനുകൂലമായിട്ടില്ല. ഈ ജാതി ആചാരം, ഈ തീണ്ടല്, തൊടിയില് തുടങ്ങിയ നിന്ദ്യമായ ഇത്തരം ദുരാചാരങ്ങൾക്ക് എഴുതപ്പെട്ട ഒരു രേഖകളുമില്ല. എന്നിട്ടും അതൊക്കെ ഈ നാട്ടിൽ ആചരിച്ചു കൊണ്ടിരുന്നു. അത് നമ്മൾ നിർത്തലാക്കി. ഭക്തരുടെ പ്രക്ഷോഭത്തെ തുടർന്ന് ഭക്തരായ ആൾക്കാർ ഇത് തെറ്റാണ്, ഒരു കൂട്ടം ആൾക്കാർക്ക് ജാതിയുടെ പേരിൽ ആരാധനാ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും നിഷേധിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ഭക്തരാണ്.
അല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊന്നും അല്ല നവോത്ഥാനം ഉണ്ടാക്കിയത്. ഈ ഭക്തരും സന്യാസിമാരും അതുപോലെ തന്നെ സമാജത്തിന്റെ പ്രവർത്തകരും നേതാക്കളുമാണ് ഈ നാട്ടിൽ ഇത്തരം ദുരാചാരങ്ങളെ പടിയടച്ച് പിണ്ടം വെച്ച് അതിനെയെല്ലാം ഇവിടുന്ന് ദൂരേക്ക് അകറ്റിക്കളഞ്ഞ് ഈ കേരളത്തിന്റെ മണ്ണിനെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റിയത്. അങ്ങനെയുള്ളവരാണ്. ആ പാരമ്പര്യം പിന്തുടരുന്നവരാണ് ശ്രീരാമദാസ മിഷൻ. ആ മിഷനിലെ ഇന്നത്തെ ചെയർമാൻ കൂടിയായ നമ്മുടെ സാക്ഷാൽ ജഗദ്ഗുരു, അദ്ദേഹം ഇന്ന് പ്രത്യക്ഷ ശരീരം കൊണ്ട് നമ്മളോടൊപ്പം ഇല്ല. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി അവർകൾ, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഇപ്പോഴത്തെ ഈ ചെയർമാൻ ശക്തി ശാന്താനന്ദ മഹർഷി. ആ പാരമ്പര്യം അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഹിന്ദു സമാജത്തിന് എവിടെയെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് തിരുത്തിക്കും. അത് തിരുത്താനുള്ള അറിവും പാണ്ഡിത്യവും ധൈര്യവും അവർക്കുണ്ട്. സ്വാമിജി അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്തിനാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ വേട്ടയാടുന്നത്? എന്തായാലും ഇത് ജനങ്ങൾ, പൊതുജനം, ഇത് ഏത് മതത്തിൽപ്പെട്ടവരുമാകട്ടെ, അവർ ഇത് കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. ഇന്ന് ഇത് ഹിന്ദുക്കൾക്ക് നേരെയാണെങ്കിൽ നാളെ ഇത് മറ്റു മതവിശ്വാസികൾക്ക് നേരെയും ഇതൊക്കെ തന്നെ നടക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ നമ്മുടെ നാട്ടിൽ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരൻ ചെയ്താലും ശരി, അതിനെ ശക്തിയുക്തം എതിർക്കണം. നോക്കൂ, വരട്ടെ, തുറന്ന സംവാദങ്ങൾ നടക്കട്ടെ, ചർച്ചകൾ നടക്കട്ടെ. സത്യമാണ് നമുക്ക് അറിയേണ്ടത്. ആ സത്യത്തിലേക്ക് മറ്റാർക്കും ഉപദ്രവമില്ലാത്ത ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് ഭക്തർക്ക് മുന്നോട്ട് പോകാനുള്ള സൗകര്യമാണ് ഒരു ജനാധിപത്യ സർക്കാർ ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാതെ ആരുടെയെങ്കിലും പരാതി കേട്ടുകൊണ്ട് ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആചാര്യന്മാർക്കും സന്യാസിമാർക്കും ഒക്കെ എതിരെ കേസെടുക്കുകയല്ല സർക്കാർ ചെയ്യേണ്ടത്. എന്തായാലും കോടതി വളരെ കാര്യമായിട്ട് അതിൽ ഇടപെട്ടു. ആ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. രണ്ടു വശവും കേട്ടിട്ട് മതി കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം നിരപരാധിയാണ്, അദ്ദേഹത്തിന് ഈ പറയുന്നത് പോലെ ദുരുദ്ദേശമൊന്നുമില്ല എന്ന് കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ തോന്നിയത് കൊണ്ടുകൂടി ആയിരിക്കാം അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞത്. ഒരു സന്യാസി ഒരിക്കലും സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കില്ല. സന്യാസിക്ക് എല്ലാവരും തുല്യരാണ്. അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും നമ്മുടെ പോലീസ് കാവി കണ്ടാൽ വേട്ടയാടാൻ തയ്യാറായി വെക്കുകയാണ്. ഇത് കേരളത്തിന് ഒട്ടും നല്ലതല്ല എന്ന് മാത്രം പറഞ്ഞു വയ്ക്കട്ടെ.